നമസ്കാരം. അടൂരിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ യുവാക്കളുടെ കൂട്ടത്തല്ല്. വാക്കുതർക്കത്തിന് പിന്നാലെ തെരുവിൽ തമ്മിലടിച്ച യുവാക്കൾ തെങ്ങമത്ത് ചെങ്കോട്ട സ്വദേശി 2 ആഴ്ച മുമ്പ് തുടങ്ങിയ തട്ടുകടയിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. യുവാക്കളുടെ ഏറ്റുമുട്ടലിനിടെ തട്ടുകടയിലെ സാധനങ്ങൾ നശിപ്പിച്ചു. മദ്യലഹരിയിലാണ് യുവാക്കൾ ഏറ്റുമുട്ടിയതെന്നാണ് വിവരം. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഷ്ണുരാജ്, അഭിരാജ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കടയിലെ പാചക സാമഗ്രികളടക്കം കയ്യിലെടുത്താണ് ഇരു സംഘങ്ങളും തമ്മിലടിച്ചത്. 10 ട്രേ മുട്ട, 2 കന്നാസ് എണ്ണ, വാഴക്കുലകൾ തുടങ്ങിയവ അക്രമികൾ നശിപ്പിച്ചു. തുടർന്ന് സമീപത്തുള്ളവരടക്കം എത്തിയാണ് യുവാക്കളെ പിടിച്ചു മാറ്റിയത്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് തെങ്ങമത്ത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി തട്ടുകട തുടങ്ങിയത്. ആക്രമണത്തിൽ 30,000-ത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നടത്തിപ്പുകാർ പറയുന്നു. തട്ടുകടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നവരാണ് വാക്കേറ്റത്തിലേർപ്പെട്ടത്. കടയിൽ നിന്ന് പോയ യുവാക്കൾ പിന്നീട് തിരിച്ചെത്തി തമ്മിലടിക്കുകയായിരുന്നു. ഇതോടെ കൂട്ടയടിയായി മാറി. 2 യുവാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CPM BJP പ്രവർത്തകരാണ് തട്ടുകടയിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടിയതെന്നാണ് വിവരം. മദ്യലഹരിയിലായിരുന്നു പരാക്രമം. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരു വിഭാഗവും തമ്മിൽ നേരത്തെയുണ്ടായ തർക്കമാണ് തട്ടുകടയിലെ ഏറ്റുമുട്ടലിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം ഇരു വിഭാഗവും തമ്മിൽ റോഡിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം BJP പ്രവർത്തകരായ അഭിരാജ്, വിഷ്ണുരാജ് എന്നിവർ തട്ടുകടയിലേക്ക് വന്നു. തുടർന്ന് ഇവരെ പിന്തുടർന്ന് CPM പ്രവർത്തകരും കടയിലെത്തി. പിന്നാലെ ഇരു സംഘങ്ങളും പരസ്പരം തമ്മിൽ തല്ലുകയായിരുന്നു. മിനിറ്റുകളോളം കടയിലെ സംഘർഷം നീണ്ടുനിന്നു. കടയിലെ പാചക സാമഗ്രികളടക്കം കയ്യിലെടുത്താണ് ഇരു സംഘങ്ങളും തമ്മിലടിച്ചത്. കൂട്ടയടിയിൽ 10-ലേറെ പേർക്കെതിരെ കേസെടുത്തു. BJP പ്രവർത്തകരായ 2 യുവാക്കളെ CPM DYFI പ്രവർത്തകർ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇരു കൂട്ടരും ഒന്നിലധികം കേസുകളിലെ പ്രതികളാണ്. ഇന്നലെ രാത്രി 8 മണിക്കാണ് അടി തുടങ്ങിയത്. മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായിരുന്നു സംഘർഷം. പെട്രോൾ പമ്പിന് മുന്നിൽ തുടങ്ങിയ സംഘർഷം തട്ടുകടയിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അക്രമത്തിൽ കടയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കടയുടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെയും അഭിരാജിൻ്റെയും തലയിലടക്കം പരിക്കുണ്ട്. ഇരുവരും അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നൂറനാട് പണയിൽ സ്വദേശികളായ CPM DYFI അനുഭാവികളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുമില്ല.